സോ ഹലോ ഗൈസ് വാട്സപ്പ്, ഞാൻ നിങ്ങൾ സ്വന്തം മച്ചൂസ് ഗെയിം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റാണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഹാർഡ് കോർ എപ്പിസോഡാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണെങ്കിൽ ലൈവ് ഇടൽ ഇപ്പോൾ ഏകദേശം സ്റ്റോപ്പ് ചെയ്യാറായി. കാരണം വെച്ചാൽ നമ്മൾ ഒരു 5 ദിവസം ലൈവ് ഇട്ടു. പിന്നെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലൈവ് ആണോ വേണ്ടേ അതോ വീഡിയോസ് ആണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടിലിട്ടിരുന്ന വീഡിയോസ് മൈൻക്രാഫ്റ്റ് വീഡിയോസ് ഇടാനാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു വീഡിയോസുകൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് ഡിലേ ആക്കിയത് എന്താ വെച്ചാൽ ഞാൻ ഒരു ഹാർഡ് കോർ എപ്പിസോഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ എഴുതിയിട്ടാണ്. പിന്നെ ലൈവ് ഇടുന്നതാണ് നമ്മൾ ലൈവ് ഒരു ദിവസം ഇടവിട്ടോ അങ്ങനെയെങ്കിലും നമ്മൾ ലൈവ് ഇടുന്നതാണ്. കാരണം വെച്ചാൽ ലൈവായിട്ട് നമ്മൾ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ ലൈവായിട്ട് ഒരു ലെസ് പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ലൈവിലായിരിക്കും ആ ലെസ് പ്ലേൻ്റെ എപ്പിസോഡ് മൊത്തം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ലൈവും അതേപോലെ കൊണ്ടാകുന്നതായിരിക്കും, രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടാകാനുള്ള പ്ലാനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഒന്നും കൂടെ പറയാം, ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് നമ്മൾ ബെഡ് ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ലെസ് പ്ലേയിൽ കളിക്കുന്ന പോലെയല്ല എന്തിനാണ് കളിക്കുന്നത്, ഓരോ കളി നീക്കവും നമ്മൾ സൂക്ഷിച്ചും കണ്ട് നീങ്ങണം ഗൈസ്. കാരണം വെച്ചാൽ ഞാൻ ഹാർഡ് കോർ എപ്പിസോഡ് ഒരുപാട് കളിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. ഞാൻ 2-3 വട്ടം ചത്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. ചത്ത് പണ്ടാരാണ് ഗൈസ്. അപ്പോൾ എന്നിട്ടോ റീസ്പോൺ ആയിട്ട് അടിക്കാൻ പറ്റില്ല കേട്ടോ, റീസ്പോൺ അടിക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരുമാതിരി അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭൂലോക അവസ്ഥയായിരിക്കും ഗൈസ്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും നോക്കി കണ്ട് കളിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ ഒരു പ്ലെയിൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലെയിൻസിൽ അങ്ങനെ ഒരു വില്ലേജ് കണ്ടെത്തി കഴിഞ്ഞാൽ സ്വർഗം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇത്തിരി വുഡിന് പ്ലാങ്ക് അങ്ങ് ചെയ്തേക്കാം. പ്ലാങ്ക് ആയി ഞാൻ അങ്ങനെ കുത്തി പിടിച്ചുകൊണ്ടിരിക്കുക പ്ലാങ്ക് ആയിട്ട്. പ്ലാങ്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് ഉണ്ടാക്കുക, ഒരു ആക്സും ഉണ്ടാക്കുക, ഒരു പിക്കാക്സും ഉണ്ടാക്കുക, ഒരു സോഡും ഉണ്ടാക്കുക, ആൻഡ് പൊട്ടിച്ചെടുക്കാം. ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇനി എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടുക എന്നതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. പിന്നെ എന്തുവാ, അങ്ങനെ മൊത്തം പരിക്കുളപ്പില്ല. അപ്പോൾ നമുക്കായിട്ട് വേണ്ടി തന്നെ ആടുകൾ 2 ഒരു വൈറ്റ് ഊളിൻ്റെ 2 ആടെന്ന് ഉണ്ട്. അതുകൊണ്ട് 2 അതിന് കൂടുതൽ ആടുണ്ട്. ഒരാടിനെയും കൂടെ ഞെട്ടുണ്ടാവില്ല, ഒന്നല്ല ഒരാടും കൂടി ഇല്ല. അപ്പോൾ അതിനകത്ത് പോയി വരുന്നത് ഞാൻ കണ്ടില്ല. ഓക്കെ, അതിനും കൊന്നിട്ടുണ്ട്. നൈസ്, കോഴി. ഓക്കെ, കോഴിനെ കൊന്നു. ഓക്കെ, ഇനി നമ്മൾ നേരെ ബെഡിൻ്റെ പരിപാടിയാണ്. ഇനി നേരെ ഒന്നും നോക്കണ്ട, വില്ലേജ് കണ്ടെത്തട്ടെ. വില്ലേജ് കണ്ടെത്തിയിട്ട് ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കാൻ അവരുടെ കാണാൻ വയ്യായി. അതുകൊണ്ടാണ് ഞാൻ കേവിലേക്കൊന്നും പോകാൻ നിൽക്കുന്നില്ല അധികം. ഡേഞ്ചർ അതന്നെ, ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരിക്കും കേവിലൊക്കെ. അതുകൊണ്ട് ഞാൻ കേവൊന്നും അധികം കാണാനേ നിൽക്കുന്നില്ല. ഓക്കെ, ഒരു ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഡൈ ഉണ്ടാക്കുക, റെഡ് ബെഡ്. ഓക്കെ, നമ്മുടെ തീം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടാ. അതൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മൾ തീം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. നമ്മൾ റെഡിൻ്റെ ആളായതുകൊണ്ട് നമ്മൾ റെഡ് പിന്നെ എവിടെ പോയാലും റെഡ് പൂ ഉണ്ടാവും, അതുകൊണ്ട് വിഷയമില്ല. ഇനി റെഡ് പൂ കിട്ടിയില്ലെങ്കിൽ അയങ്കുളത്തെ കൊന്നിട്ടാണെങ്കിലും നമ്മൾ റെഡ് പൂ ഉണ്ടാക്കും. അതൊക്കെ അത്ര ഉള്ളൂ. പൂപ്പി, യെസ്, പൂപ്പിയാണോ പൂപ്പിയായിരിക്കും. ഓക്കെ, എന്താണെങ്കിലും വില്ലേജ് തപ്പിയുള്ള യാത്രയാണ് നമ്മൾ. ഇനി ഫുഡാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഫുഡ് പിന്നെ ഈ വഴി കാണുന്ന എല്ലാത്തിനും തല്ലി കൊല്ലുക, അത്ര തന്നെ. വഴിയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തല്ലി കൊല്ലുക, അത് തന്നെ. നമ്മൾ മുന്നോട്ട് പോകട്ടെ, ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇത്ര ദൂരം നടക്കേണ്ടി വരും. പിന്നെ എനിക്കൊരു 8 സ്റ്റോൺ വേണ്ടി വരും. കാരണം വെച്ചാൽ നമുക്കിതൊന്ന് ഫർണസ് ചെയ്യാണ്ട് കഴിക്കേണ്ടി വരും. അല്ലെങ്കിൽ മെനക്കേടാട്ടോ, ഫർണസ് ചെയ്യാതെ കഴിക്കണമെങ്കിൽ വൻ മെനക്കേടാണ്. ഇപ്പോൾ കണ്ടേനെ റെഡ് കളറിൽ മൊത്തം ചുമന്നിരിക്കുന്നത്. ഒട്ടക്കത്തിൽ തന്നെ ചാവാനുള്ള പരിപാടിയില്ല കേട്ടോ ഞാൻ. ഓക്കെ, നമ്മൾ സേഫ് ലാൻഡ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതല്ല ഇതിൻ്റെ അപ്പുറം കണ്ടിട്ടാണ് വന്നേക്കുന്നത്. ഇതാണ്ട് ഇവിടെ ഒരു കേവ്. ഇപ്പം നമ്മുടെ അപ്പുറം ഇപ്പുറം എല്ലാം മാറിയാനെ നില്ലവിടെ. ഓക്കെ, അവനെ കൊന്നു. ഗൈസ്, ഇനി നമ്മൾ നേരെ കത്തിക്കുക. എത്ര നേരെ കത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു കുന്തത്തെയും കാണുന്നില്ലല്ലോ. പശുമാ. പശുമേനെയും ആടമേനൊക്കെ നമ്മൾ കൊല്ലുന്നുണ്ട് കേട്ടോ. കിങ്ങിണിയാടിനെയൊക്കെ കൊന്ന് നമ്മൾ കുഴിക്കുന്നു. ഞാൻ മൊമെന്റ് സ്പ്രീഡ് ഇതാണോ? തീ ഒന്ന് മൊമെന്റ് സ്പ്രീഡ് അല്ല കേട്ടോ. അതിന് പ്ലേയേഴ്സ് കാണുന്നുണ്ടെങ്കിൽ മാമേനോട് ക്ഷമിക്കണേ. ഓക്കെ,
ആ പൊട്ടി പൊട്ടി പൊട്ടി. ഫുഡ് ഏകദേശം തീർന്നിട്ടുണ്ട്. തേഞ്ഞൊട്ടി. ഫുഡ് ഇച്ചിരി കൂടെ മൈൻഡ് ചെയ്ത് എടുക്കേണ്ടതായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ. അഭിപ്രായങ്ങൾ കമൻ്റായി അവിടെ അയണടാ. ഒയ്യോ അയൻ. അയനിലേക്ക് ഞാൻ പോകാൻ നോക്കിയതാണ്. ബട്ട് എങ്ങനെ ഞാൻ കയറൂടാ. പിന്നെ നോക്കാം. കയറാലോ, നമുക്ക് കയറാലോ. നമുക്കിപ്പോൾ അയനാണ് മെയിൻ. സോറി, മൈ മിസ്റ്റേക്ക്. തള്ളേ തള്ളേ. എൻ്റെ അമ്മേ, എന്തിനാ ഞാൻ അവിടെ കാണുന്നേ? കൊല്ലും എന്നെ. സോഡ് ഉണ്ടാക്കണം. ഒരു ആക്സ് ഉണ്ടാക്കാനുള്ള അത് തിരിവരില്ല. കൊണ്ട് തന്നെ മൈൻഡ് ചെയ്തെടുക്കണം. ഇവിടെ ഒന്ന് ചാടറ താഴ്ത്ത്. ഓക്കെ, ചാടിയിട്ടുണ്ട്. എൻ്റെ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നൈസ്. ഇത് പൊട്ടിച്ചെടുക്കുക. നമുക്ക് ആ അയൺ എടുത്തിട്ട് കത്തിക്കാട്ടെ ഇവിടുന്ന്. കാരണം വെച്ചാൽ അയൺ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരാണെങ്കിൽ ചാടും. അത് ഹാർഡ് കോർ എപ്പിസോഡിലൊക്കെ ചാടേണ്ട കിഴപ്പ് അത് ചെറിയ കിഴപ്പൊന്നുമില്ല എനിക്കുള്ള. വലിയൊരു കിഴപ്പ് തന്നെയാണ്. ലെസ് പ്ലേ ആണെങ്കിൽ വീണ്ടും ഉണ്ട്. ഇത് ഹാർഡ് കോർ എപ്പിസോഡില്ലേ, ചെറിയ കിഴപ്പൊന്നുമില്ല എനിക്ക്. അത് നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലായല്ലോ. അതൊക്കെ അത്രേ ഉള്ളൂ. ഒറ്റ മൈൻഡ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ മൈൻഡ് നമ്മുടെ 2 മൈൻഡ് ആക്കി എടുക്കും. ഈ അയൺ കൂടെ എടുത്തിട്ട് കത്തിക്കാട്ടെ അവിടുന്ന്. അച്ചീവ്മെൻ്റ് ഒന്നും കിട്ടിയില്ലല്ലോ. കിട്ടിയിട്ടുണ്ടാവും, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഗൈസ്. സോ അതുകൊണ്ട് ആരോ വരുന്നു. എടാ പൊങ്ങട പൊങ്ങ് പോട്ടെ കിടക്കടാ. ഇവൻ്റെ ഉള്ളുള്ളതുകൊണ്ടട്ടെ ഞാൻ രക്ഷപ്പെട്ടെ. അത് വേറെ കാര്യം. ഓക്കെ, ഹാർഡ് കോർ എപ്പിസോഡിൽ ഫസ്റ്റ് ഡേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതും അയൺ എടുത്തിട്ട് ഗൈസ്. പറഞ്ഞില്ല ഗൈസ്, നമ്മൾ ഹാർഡ് കോർ എപ്പിസോഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതും അയൺ എടുത്തോണ്ട് ഗൈസ്. ഓ സീരനുള്ളി സീൻ. എൻ്റെ പേര് മച്ചൂസ് ഗെയിം. പിന്നെന്ത് പേടിക്കണോ? ഇതല്ല, ഇതിൻ്റെ അപ്പുറം നമ്മൾ ഒരു പേടിയില്ലാണ്ട് ചെയ്യും. നമുക്കിനി പോവാം. ഇനി കൂടുതൽ അതിൻ്റെ അപ്പുറം ഉള്ളത് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചാവല് ഉറപ്പാണ്. ഓക്കെ, നമുക്കൊരു 8 കൂടെ ഒന്ന് മൈൻഡ് ചെയ്തെടുക്കട്ടെ. പുതിയ അച്ചീവ്മെൻ്റ് കിട്ടി. എന്നാത്തിനാണെന്തോ അടുത്ത അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇത് പോൾ മാത്രം അയൺ മാത്രം കോബിൾ സ്റ്റോൺ മാത്രം ഞാൻ മൈൻഡ് ചെയ്തെടുക്കട്ടെ. ഓക്കെ, 16 കോബിൾ സ്റ്റോൺ ധാരാളം. നമുക്ക് 8 കോബിൾ സ്റ്റോണായിരുന്നു വേണ്ടത്. അത് 16 കോബിൾ സ്റ്റോൺ ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു ഫർണസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കോളെന്തെങ്കിലും കിട്ടിയാൽ അടിപൊളി ആയേനെ. കോള് ഇവിടെയുണ്ടോ? നമ്മളെല്ലാത്തിനെയും തല്ലിക്കൊല്ലും. എന്നിട്ട് ഇവിടെ കാണുന്നതിനെല്ലാം അതുകൊണ്ട് നമ്മള് വില്ലേജ് കോളും കണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് വന്നെത്തിയെന്ന് തോന്നുന്നുണ്ടല്ലോ. അതുകൊണ്ട് വില്ലേജ് കോള് തീരനുള്ളി തീ. ഇനി നാണ്ട കോളും കൂടെ ഒന്ന് പോയെടുത്തേക്കാം. ഷുഗർ ക്യാൻ ഉണ്ട്. ഇവിടെ ഇഷ്ടംമാതിരി എല്ലാം അടിപൊളി. നമ്മുടെ ഫുള്ള് സെറ്റപ്പ് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. അതിനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ കാണുന്നു. ഓക്കെ, ഇനി ആ കോള് എങ്ങനെ എടുക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവിടെ പുഴയാണ്. കടലിൽ മുങ്ങിക്കോട്ടെ, കപ്പൽ മുങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് പാടി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ഞാൻ വിചാരിച്ച എൻ്റെ ജംഷോട്ടൊക്കെ ഞാൻ ജമ്പ് ചെയ്തിട്ട് ഡാമേജ് കൊടുക്കാൻ നോക്കിയിട്ട് ഡാമേജ് ആവുന്നില്ല. ഞാനത് പേടിച്ചു.
പിന്നെ അവിടെ വെള്ളം കൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒന്ന് പേടിച്ചു. ഗൈസ് നമ്മൾ നമ്മുടെ വില്ലേജിൽ എത്തിയിരിക്കുന്നു. പറയൂ ബാക്ക്. നമ്മൾ ജയിച്ചു. കപ്പല് മുങ്ങിക്കോട്ടെ, അത് കടലിൽ മുങ്ങിക്കോട്ടെ. ഗൈസ് ഇനി ഇവിടെ എന്തൊക്കെയാ ഉള്ളത് നോക്കാം. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെ റീസ്പോൺ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അറിയാലോ. ചത്ത് കഴിഞ്ഞാൽ അത്ര തന്നെ. റീസ്പോൺ സെറ്റ് ചെയ്യേണ്ട ഒരു ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ മൊത്തം ക്യാരറ്റുകളുണ്ട്, മൊത്തം നമുക്കുള്ളതാണ്. ഇത് മൊത്തം നമുക്കുള്ളതാണ്. അവൻ പുതിയത് നട്ടോളൂ കേട്ടോ, പുതിയത് നട്ടോളൂ. അതുകൊണ്ട് മൊത്തം നമുക്കുള്ളതാണ്. നമ്മൾ വായ്പയായിട്ട് മേടിച്ചെടുത്തേക്കുന്നതാണ്. ഇത് മനസ്സാക്ഷിയില്ലാത്തവനല്ല ഞാൻ. എന്തൂരാടാ വീണ്ടും നടന്നു. ഗൈസ് ബാക്കി അവൻ നട്ടോട്ടെ, പാവല്ലേ. ഗൈസ് അപ്പോൾ ഇവിടെ ഇനി അടിച്ചു ചേർക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ നമ്മളിനി അടിച്ചു പെറുക്കേണ്ട ആവശ്യമൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ഇവിടെ എല്ലാവരും പണിയായിരുന്നുണ്ട്. ഇവിടെ ഒരു കീപ്പർ മച്ചാനുണ്ട്, ആണ്ട നിൽക്കുന്നു ഉണ്ടോ. അവൻ എന്നെ എയറിക്കറ്റാൻ ചാൻസ് ഉണ്ട്. കീപ്പർ മച്ചാന്മാരല്ല, ഇവിടെ രണ്ട്. അയ്യോ എന്നെ കണ്ട് ഓക്കെ. നമുക്ക് ആ 2 കിലോ വീട്ടിൽ കയറി ഒളിച്ചിരിക്കാം. ആ 2 കിലോ വീട്ടിൽ കയറി ഒളിച്ചിരിക്കാം ഗൈസ്, അതൊക്കെ വഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡിസ്പ്ലേ നമ്മൾ ഹാർഡ്കോർ ഇന്ന് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് നമ്മുടെ അതിൽ 10 നമ്മൾ സീനാട്ടോ. നമുക്കിനി കേവിലൊന്നും പോകേണ്ടി വരില്ല, നമുക്ക് എവിടെയും പോകേണ്ടി വരില്ല ഗൈസ്, അതാണ് ഒരു ആശ്വാസം. ഇനി ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ഗൈസ്. അതെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് ബൈ, ഗയ.